when I was a little boy, my grandmother and my mother took me to a Kathakali performance. And I remember I was small and I didn't understand anything about Kathakali. So it was maybe 2 hours long and I wanted to leave the room. I kept telling my grandmother, I'm bored, I want to go, it's hot. Every excuse I could find, I kept telling her. Then last year, after many years, I saw another Kathakali performance. And this time, there was a lady who was explaining me exactly what was going on. ഈ പ്രാവശ്യം അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ഈ കഥകളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായി പറഞ്ഞു തന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. And it was 3 hours long. The performance was 3 hours long. It was very hot, but I didn't realize that 3 hours passed. I didn't feel the heat. I was just looking at the performance. അത് മാത്രമല്ല, നേരത്തെ 2 പ്രാവശ്യമായിരുന്നു ആ കഥകളി ഉണ്ടായിരുന്നെങ്കിൽ ഇത് 3 മണിക്കൂറുകളോളം നീണ്ടു. പക്ഷെ എനിക്ക് സമയം പോയത് മനസ്സിലാക്കാൻ തോന്നിയില്ല. എനിക്ക് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. അവിടെ ചൂടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അത്ര മനോഹരമായിട്ടാണ് അത് പോയത്, ആ കഥകളി പെർഫോമൻസ് നടന്നത്. And when I walked out of the performance last year, I was thinking to myself, how strange that when I was small, the same exact performance, I was bored, I was not interested, I was feeling hot. And now, somebody has explained it to me, and I'm not feeling hot. It is hotter now than it was then, but I'm not feeling hot. And 3 hours have passed as if it's 1 minute. അത് മാത്രമല്ല, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, പണ്ട് ഞാൻ കണ്ട ഇതേ കഥകളി അത് അന്ന് കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല, ഭയങ്കര ചൂടായിട്ട് തോന്നി, എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങി. പക്ഷേ ഇതേ കാര്യം ഈ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം കണ്ടപ്പോൾ അത് 3 മണിക്കൂർ ഉണ്ടായിരുന്നു, സമയം കൂടുതലായിരുന്നു, കൂടുതൽ ചൂടുണ്ടായിരുന്നു. പക്ഷേ ആരോ എനിക്ക് മനസ്സിലാക്കി തന്നപ്പോൾ മുമ്പ് തോന്നിയതൊന്നും എനിക്കിന്ന് തോന്നിയില്ല. And the difference was that this time I understood that this is the tradition, the voice, the expression of the people of Kerala. നിങ്ങൾക്കറിയാമോ ആ വ്യത്യാസം എന്തായിരുന്നു എന്ന്? കാരണം കഴിഞ്ഞ പ്രാവശ്യം, 2ാമത്തെ പ്രാവശ്യം കഥകളി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് കേരളത്തിന്റെ പാരമ്പര്യമാണ്, കേരളത്തിന്റെ ശബ്ദമാണ്, കേരളത്തിലെ ജനങ്ങളുടെ ആശയ പ്രകാശനത്തിന്റെ ഒരു മാർഗമാണ് ഈ കഥകളി എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അതിനെക്കുറിച്ച് ബോറടിച്ചില്ല. The first time it was just a dance. The second time it was the voice of millions of people. It was the history of millions of people. It was the expression of millions of people. ഞാൻ ആദ്യത്തെ പ്രാവശ്യം കഥകളി കണ്ടപ്പോൾ എനിക്കതൊരു നൃത്തരൂപം മാത്രമായിരുന്നു. എന്നാൽ 2ാമത്തെ പ്രാവശ്യം കഥകളി കണ്ടപ്പോൾ കേരളത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ചരിത്രമായിരുന്നു അത്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ശബ്ദമായിരുന്നു ഞാൻ 2ാമത് കണ്ട ആ കഥകളി. I'd like to start by thanking every single person in Wayanad who supported me. UDF voters, LDF voters, UDF workers, leaders, everybody who took part in the election and supported me and made my victory possible. I'd like to thank with all my heart. Many years ago, and the fight in this election was about the constitution. ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന പോരാട്ടം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ
എന്നതിനെ കുറിച്ചുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നടന്നത്. And it was on one side millions of Indian people saying that we want our tradition, we believe in our language, we believe in our culture, we believe in our history, and we will define our future. ഒരു ഭാഗത്ത് ഈ പോരാട്ടത്തിൽ ഒരു ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രം വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷ വേണം, ഞങ്ങളുടെ സംസ്കാരം വേണം, ഞങ്ങളുടെ ഭാവി എന്തെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ അതിനെ നിർവചിക്കും എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് നിന്ന് പോരാട്ടം നടത്തിയത്. And on the other side, the Prime Minister and Mr. Amit Shah, who said no, if we want the people of Kerala to speak Hindi, then the people of Kerala will speak Hindi. If we want the Tamils to not to speak Tamil, then the people of Tamil Nadu will not speak Tamil. നിങ്ങൾക്കറിയാമോ, മറുവശത്ത് ഈ പോരാട്ടത്തിന്റെ മറുവശത്ത് ആരാണ് ഉണ്ടായിരുന്നത്? പ്രധാനമന്ത്രിയും അമിത്ഷായും. അവരെന്താണ് പറഞ്ഞത്? കേരളത്തിലെ ജനങ്ങൾ ഹിന്ദി സംസാരിക്കണമെന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ ഹിന്ദി സംസാരിക്കും. തമിഴ്നാട്ടിലെ ജനങ്ങൾ തമിഴ് സംസാരിക്കേണ്ട എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അവർ തമിഴ് സംസാരിക്കില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയും അമിത്ഷായുമാണ് ഈ പോരാട്ടത്തിന്റെ മറുഭാഗത്തുണ്ടായിരുന്നത്. If we want Onam to be celebrated, then only Onam will be celebrated. ഞങ്ങൾ ഇവിടെ ഓണം ആഘോഷിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമാണ് മലയാളി ഓണം ആഘോഷിക്കാൻ പോവുക എന്നാണ് പ്രധാനമന്ത്രി And we will decide whether Kathakali is danced in Kerala or some other dance. കേരളത്തിൽ കഥകളി എന്ന നൃത്തരൂപം വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതോ മറ്റേതെങ്കിലും രൂപം വേണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് അവർ ചിന്തിച്ചതും പറഞ്ഞതും.